ഹായ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണ്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടായില്ലേ, എന്ത് NCUI കുറിച്ച് പഠിച്ചില്ല. NCUI നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ 1976 വന്നിട്ടുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് നാഷണൽ ലെവലിൽ ദേശീയ തലത്തില് കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ നൽകുന്ന വിഭാഗമാണ് NCUI എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് തലത്തില് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നൽകുന്ന സംവിധാനമാണിത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഇപ്പൊ മനസ്സിലായില്ലേ, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട സംഗതികളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ സ്റ്റേറ്റ് തലത്തിൽ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഓക്കെ, എന്നാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നിട്ടുള്ളത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നിട്ടുള്ളത് 21 ഡേറ്റ് ഒക്കെ പഠിച്ചോ, 21/11/1970. 21/11/1970. ഓക്കെ, ഏത് സെക്ഷനിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഏത് സെക്ഷനിലാണ് പറയുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച്? സെക്ഷൻ 89 സെക്ഷൻ 89 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ഇതില് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. ഓക്കെ, അപ്പൊ ഇതിന് മാർക്കില്ലല്ലോ. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചോ, റൂള് 89 എന്താ പറയുന്ന? റൂൾ 89 റിമൂവ് ചെയ്യുന്നു. ആരെ? റിമൂവൽ ഓഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അത് റൂൾ 89 പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? അത് പഠിച്ചോ, KR ഇലങ്കത്ത്. ആരാണ്? KR ഇലങ്കത്താണ് ചെയർമാൻ. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? PG മേനോൻ. ഓക്കെ, PG മേനോൻ ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1970 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പ്രസിഡന്റ് KR ഇലങ്കത്താണ്, ചെയർമാൻ PG മേനോൻ ആണ്. ഓക്കെ, സെക്ഷൻ 89 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. എങ്കിൽ റൂള് 89 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഡയറക്ടർ ബോർഡ് മെമ്പർ ആണ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറിനെ റിമൂവ് ചെയ്യുക എന്നുള്ള രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് പോയിന്റ് പഠിക്കാം. ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇങ്ങനെ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റിന്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റവ് യൂണിയനും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പക്ഷെ ഈ രണ്ട് യൂണിയനുകൾക്കും എന്തില്ല? ഓഡിറ്റ് ഫീസ് ഇല്ല. നോ ഓഡിറ്റ് ഫീ. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഒരു നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ഒഫീഷ്യൽ ബോഡിയാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. പോയിന്റ് ഒന്ന് പഠിക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ്. ഓക്കെ, ഓഡിറ്റ് ഫീസ് ഇല്ലെന്ന് പറഞ്ഞു ഒരു നോൺ ഒഫീഷ്യൽ ബോഡിയാണ്.
ഓക്കെ, ഇനി ഇതിന്റെ അതോറിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതോറിറ്റിയെ കുറിച്ച് ഒന്ന് നോക്കിയാൽ അതിനു മുമ്പ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി. ഓക്കെ, ജനറൽ ബോഡിയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പർ. മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പർ എത്ര വരുന്നത്? 23 മെമ്പേഴ്സ് ആണ് വരുന്നത് മാനേജിംഗ് കമ്മിറ്റിയിൽ. അപ്പൊ അവരുടെ കോറം എത്ര ആയിരിക്കും? കോറം വരുന്നത് 12 ആണ്. മീറ്റിംഗിന്റെ കോറം വരുന്നത് 12 ആണ്. 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവിന്റെ പീരീഡ് എന്ന് പറയുന്നത്. മീറ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ ജനറൽ ബോഡിക്ക് നോട്ടീസ് അയക്കേണ്ട സമയം 15 ദിവസത്തിനുള്ളിൽ എന്തായിരിക്കണം? നോട്ടീസ് അയച്ചിരിക്കണം. അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 2 ദിവസം മുമ്പേ നോട്ടീസ് അയച്ചാൽ മതി. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവിന്റെ മീറ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒരു 3 സബ് കമ്മിറ്റികളുണ്ട്. 3 സബ് കമ്മിറ്റികളുണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്. അതില് ഒന്നാണ് എഡ്യൂക്കേഷൻ വിങ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് പബ്ലിക് വിങ്. സബ് കമ്മിറ്റികളാണ് പബ്ലിക് വിങ്. ഏറ്റവും ലാസ്റ്റത്തേന് റിക്രൂട്ട്മെന്റ് വിങ്. ഓക്കെ, 3 കമ്മിറ്റികളാണ്. ഒന്ന് എഡ്യൂക്കേഷൻ വിങ്, 2 പബ്ലിക് വിങ്, റിക്രൂട്ട്മെന്റ് വിങ്. അങ്ങനെ 3 കമ്മിറ്റികൾ. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഓക്കെ, ഇത് ഏകദേശം ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഈ കാര്യം ഒന്നുകൂടെ പറയാം. ഓക്കെ, അതോറിറ്റിയെ കുറിച്ച് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അതോറിറ്റി, അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന ജനറൽ ബോഡിയാണ്. ഓക്കെ, ഇതില് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ എണ്ണം 23 മെമ്പർമാരാണ്. 23 മെമ്പറാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇതിന്റെ കോറം ഒരു മീറ്റിംഗിന് ആവശ്യമായിട്ടുള്ള മാക്സിമം 50% എന്ന് പറയുന്നതാണ് കോറം എന്ന് പറയുന്നത്. ഓക്കെ, അത് കോറം വേണ്ടത് 12 ആണ്. ഇതിന്റെ കോറം ഇപ്പോൾ നിലവിൽ 12 ആണുള്ളത്. ഓക്കെ, 12. ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ കാലാവധി വരുന്നത് 5 വർഷമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. മീറ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ ജനറൽ ബോഡിക്ക് നോട്ടീസ് അയക്കേണ്ട ദിവസം 15 ദിവസത്തിന് മുമ്പ് അയച്ചിരിക്കണം. മീറ്റിംഗിന്റെ 15 ദിവസത്തിന് മുമ്പ് അയച്ചിരിക്കണം. അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ 2 ദിവസം മുമ്പ് അയച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തതായിട്ട് സബ് കമ്മിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3 സബ് കമ്മിറ്റീസ് ആണ്. ഒന്ന് എഡ്യൂക്കേഷൻ വിങ്, ദെൻ പബ്ലിക് വിങ്, ദെൻ റിക്രൂട്ട്മെന്റ് വിങ്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ബന്ധപ്പെട്ട് പറയേണ്ടത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഫണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കാര്യങ്ങളിലൊക്കെ ഡീൽസ് ചെയ്യുന്നത് ആരാണ്? തീർച്ചയായിട്ടും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ ഫണ്ടുമായിട്ട് ഒരു സൊസൈറ്റി ഒരു ഇയറിൽ, അതായത് അവരുടെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് അടച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് അടച്ചിരിക്കണം. അത്തരം ഡിവിഡൻഡ് അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചാണ്, മറ്റൊന്ന് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഫണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ
ശ്രദ്ധിച്ചു കേട്ടോ. നെറ്റ് പ്രോഫിറ്റിന്റെ 5% 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ആണ് എഡ്യൂക്കേഷൻ ഫണ്ട് വരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വരാം, എങ്ങനെ മിനിമം എഡ്യൂക്കേഷൻ ഫണ്ട് വരുന്നത് എത്രയാണ്? 2000 രൂപയാണ്. 2000 രൂപ. അത് മാക്സിമം വരുന്നത് 60,000 രൂപയാണ്. 60,000 രൂപ. ഓക്കെ, അടുത്തായിട്ട് ഇത് ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തായിട്ട് നോക്കാം നമുക്ക്. ഈ ഒരു സൊസൈറ്റിയിലെ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഒരു സൊസൈറ്റി ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഈ ഓഡിറ്റ് ടൈം കഴിഞ്ഞിട്ട്, അതായത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനകം ഓഡിറ്റിംഗ് കഴിയണമെന്നാണ്. ഈ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് എത്ര മാസത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ എത്ര മാസത്തിന് ഇടയ്ക്കാണ് എഡ്യൂക്കേഷൻ ഫണ്ട് അടയ്ക്കേണ്ടത്? അത് 2 മാസമാണ്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം 2 മാസത്തിനുള്ളിൽ എന്തടച്ചിരിക്കണം? എഡ്യൂക്കേഷൻ ഫണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും അടച്ചിരിക്കണം. ഓക്കെ, ഇത് ഒരു സൊസൈറ്റിയിൽ ഫണ്ട് അടയ്ക്കുന്ന, എഡ്യൂക്കേഷൻ ഫണ്ട് പേയ്മെന്റ് നടത്തുന്നതാണ് സെക്രട്ടറിയാണ് എന്ത് ഈ ഫണ്ടൊക്കെ അടയ്ക്കുന്നത്. ഈ 2 മാസം കാലയളവിൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, അതായത് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ ഈ 8%, അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 8% പെനാൽറ്റി ഉണ്ടാകും. പെനാൽറ്റി. ഓക്കെ, ആ സൊസൈറ്റിക്ക് 8% പെനാൽറ്റി ഉണ്ടാകും. ക്ലിയർ അല്ലേ? എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ, അടുത്ത പോയിന്റ് ആണ്. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. നമ്മളൊക്കെ പഠിച്ചില്ലേ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ് എഡ്യൂക്കേഷൻ ഫണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും ഡീൽ ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കാര്യത്തിൽ നോക്കാം. അതും ഇതുപോലെ തന്നെ 5% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റിന്റെ എന്താണ്? വിത്ത് നോ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം നോക്കാം. ഇതും ഇതേപോലെ തന്നെ എന്താണ്? 2 മാസത്തിനകം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് 2 മാസത്തിനകം അടച്ചിരിക്കണം. സെക്രട്ടറി തന്നെയാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ എത്ര ശതമാനമാണ്? 6% പെനാൽറ്റി ആയിട്ട് വരുന്നത്. അതായത് ടോട്ടൽ എഡ്യൂക്കേഷൻ ഫണ്ട് എത്രയാണ് അടയ്ക്കേണ്ടത്? ആ ഫണ്ടിന്റെ 6% പെനാൽറ്റി ആയിട്ട് വരുന്നുണ്ട്. പെനാൽറ്റി ആയിട്ട് അടയ്ക്കണം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ക്ലിയർ അല്ലേ? എഡ്യൂക്കേഷൻ ഫണ്ട്, ഒരു സൊസൈറ്റി അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കേണ്ട ചില തുകകളുണ്ട്. അതിൽ 2 എണ്ണമാണ് എഡ്യൂക്കേഷൻ ഫണ്ട്. ബാക്കി നമുക്ക് വഴി പഠിക്കാം. ഓക്കെ, ഒന്ന് ഇപ്പോൾ പഠിച്ചോ. എഡ്യൂക്കേഷൻ ഫണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും. നെറ്റ് പ്രോഫിറ്റിന്റെ 5% എഡ്യൂക്കേഷൻ ഫണ്ടും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും അടയ്ക്കേണ്ടത്. ഓക്കെ, 5%. ഈ എഡ്യൂക്കേഷൻ ഫണ്ട് സൊസൈറ്റി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും അടയ്ക്കണം. പക്ഷെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ലാഭത്തിലാണെങ്കിലും പ്രോഫിറ്റിലാണെങ്കിലും മാത്രം അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? നെറ്റ് പ്രോഫിറ്റിന്റെ 5% എഡ്യൂക്കേഷൻ ഫണ്ട് വരുന്നത്. മിനിമം 2000 മാക്സിമം 60,000 ഇത് മറ്റൊരു രീതിയിലാണ്. മിനിമം 2000, മാക്സിമം 60,000. അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 5%. ഓക്കെ, 2 മാസത്തിനകം അടച്ചിരിക്കണം. അതായത് സൊസൈറ്റിയിലെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് 2 മാസത്തിനകം അടച്ചിരിക്കണം. ഈ 2 മാസത്തിനകം അടച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം? സെക്രട്ടറിയാണ് ഇത് അടയ്ക്കുന്നത്. സെക്രട്ടറി ആ ടോട്ടൽ എമൗണ്ടിന്റെ 8% പെനാൽറ്റി. ആ 8% കൂട്ടി അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
കസ്റ്റോഡിയനായിട്ട് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയനായിട്ട് വരുന്നത് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ അത് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, രജിസ്ട്രാർ ക്ലിയർ അല്ലേ? ഇതില് 5% നെറ്റ് പ്രോഫിറ്റിന്റെ 5% വിത്ത് നോൺ ലിമിറ്റ്. ഓക്കെ, അതും 2 മാസത്തിനകം ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് 2 മാസത്തിനകം അടച്ചിരിക്കണം. ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇവര് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് പേയ്മെന്റ് ചെയ്യാത്ത നോൺ പേയ്മെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ 6% പെനാൽറ്റി. ടോട്ടൽ എമൗണ്ടിന്റെ ടോട്ടൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ 6% അത് കൂട്ടി അടയ്ക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വരും ക്ലാസ്സുകളിൽ നമുക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പഠിക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ.